ഏഷനെ കൂട്ടി നാണം കെടുന്നതിലും നാട് കുട്ടിച്ചോറാക്കുന്നതിലും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ചെറിയ പങ്കല്ലാന്ന് തെളിയിച്ചുകൊണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരത്ത് വലിയൊരു നാടകമല്ല, അവരതേ പഠിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ഒരു 1.5-2 മാസമായി ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെ കണ്ടാലും ചോദിക്കണം. രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടോ? ഈ നിങ്ങളുടെ പുതിയ രീതി ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല. കേസ് എന്തായി? അത് ഞാൻ പറയട്ടെ. അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ, അല്ല നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി താല്പര്യമില്ലോ? ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തില്ല, നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക ഞാൻ ചൂടായില്ല, കൂളാണ്. രാഹുലിന് പറയാനുള്ളത് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം ഉണ്ട്. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ? നേതാവായിരുന്നു ആശാ സമരം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത്. അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല, ഞാൻ അറിഞ്ഞില്ല, സ്വാഭാവികം അല്ല എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പൊന്നും നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് വേറൊന്നും ചോദിക്കാനില്ല. അതായത് കുത്തിത്തിരിപ്പ് കൊണ്ട് ഇറങ്ങണം. ബാക്കിയുള്ള സകല റിപ്പോർട്ടർമാരും അവർ മറ്റ് ആനുകാലികമായ വിഷയങ്ങൾ, ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് അതിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങുന്നു. ഇത് ഏത് വേദിയായാലും, കല്യാണ വേദിയായാലും, അടിയന്തര വേദിയായാലും, മരണവീടായാലും, മറ്റെവിടെയായാലും, എന്ത് വേദിയായാലും ശരി തന്നെ അവിടെ റിപ്പോർട്ടിന്റെ നീളമുള്ള ചുമന്ന കോലും തൂക്കിയിട്ട് തീർത്തും ചോദിക്കും, ആ വോയിസ് ആരാ? ഇവിടെ കേരളത്തിലെ ഒരു സർക്കാർ സംവിധാനമുണ്ട്. ആ സർക്കാർ സ്പെഷ്യലായിട്ട് ചരിത്രത്തിലില്ലാത്തവണ്ണം ഒരു പുതിയ ഒരു അന്വേഷണ ഒരു വിഭാഗത്തെ, അതും ക്രൈംബ്രാഞ്ചിന്റെ ഒരു അന്വേഷണ വിഭാഗത്തെ FIR ചുമതല ഏൽപ്പിച്ചു. അവരൊരു 1.5 മാസം കണഞ്ഞ് പഠിപ്പെടുത്തിട്ടും കിട്ടാത്ത ഒരു കേസാണ് ഇവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരാതി വരൂലേ? ഇവിടെ ലോകത്തില്ലാത്ത ഒരു കേസ്, അത്തരത്തിലില്ലാത്ത കേസിനെ കുത്തിപ്പൊക്കി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. മറ്റു മീഡിയകളെല്ലാം മറന്ന കേസ്. ഇവരിപ്പോ അതിന്റെ മേലെ തന്നെയാണ്. റിപ്പോർട്ടറിന്റെ മുതലാളിമാരിനി എന്നാണ് അകത്ത് പോകണമെന്ന് അറിയാൻ വയ്യ. അതേക്കുറിച്ച് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടർ മുണ്ടും മടക്കി കുത്തി എന്താ പറയാ, മടമ്പുംകാല് പെരടിക്കടിച്ച് ഓടേണ്ടി വരും. നാണോ മാനോ ഉളുപ്പില്ലാതെ നുണ പറഞ്ഞു പരത്തുന്നതിന് ഒരു പരിധി വേണ്ടേ? ആരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിലും VD സതീശനും മറ്റുള്ളവരൊക്കെ മാറി നിൽക്കട്ടെ. എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ആക്ഷേപിച്ച് ഇറക്കി വിട്ട ഒരു വീട്ടിൽ ഒരു ചടങ്ങിൽ, ആ ചടങ്ങിൽ അത് കഴിഞ്ഞിട്ട് അന്നേ ദിവസം ചെന്ന് വലിഞ്ഞു ചെന്ന് കേറൂല. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നിരിക്കും. കാര്യം ജനങ്ങളുടെ മുന്നിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഒരു വേദിയിലേക്ക് ചെന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി. പോയതിനു ശേഷം പിന്നെ VD സതീശൻ വന്ന് സംസാരിച്ച് ഉദ്ഘാടനം നടത്തി പോയതിനു ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്രേ. ഇതാണ് മാധ്യമ സൃഷ്ടി. ഇത് മാധ്യമ സൃഷ്ടിയാണ്. ഇവിടുത്തെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ മാധ്യമങ്ങളാണ്. ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജിക നിലയിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള ഒരു വൈകാരികമായ ഒരു ബന്ധം ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ടുള്ളപ്പോ അത്രയും ഒരു സ്വീകാര്യത ആ സമരപന്തലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ചെല്ലുന്ന സമയത്ത് അവർ ഓരോരുത്തരും കെട്ടിപ്പിടിച്ച് അവരുടെ സ്നേഹാന്വേഷണങ്ങൾ നടത്തുമ്പോ, അവർ ചേർത്ത് നിർത്തുമ്പോ എന്തെന്നില്ലാത്ത ഒരു പിന്തുണ, ആ പിന്തുണ ഈ കേരള സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി വരുമ്പോ അസൂയ ഈ പറഞ്ഞ മാധ്യമങ്ങൾക്കാണ്. എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കണമല്ലോ, അവർക്ക് വാർത്തയാണ് വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ട്രെയിനിന്റെ സമയമായി എന്ന് പറയുന്നു, ആ സമയത്ത് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അതല്ല തന്നെ കൂട്ട് അല്ല. ഇപ്പോ VD സതീശനും രാഹുൽ മാങ്കൂട്ടും കൂടെ കളിക്കുന്ന ഒരു ഒളിച്ചു കളിയാണെന്ന് കൂട്ടു. ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞൊരു കാര്യം ചെയ്യും സാഹിബേ, ഞാൻ ഇന്ന് സംസാരം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോകാം, ആ സമയത്ത് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഉദ്ഘാടനം നടത്തി പൊയ്ക്കോളി, എന്നിട്ട് ഞാൻ അങ്ങ് ചെന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു വിഷയമുണ്ടോ? അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് കൂട്ടിയാൽ പോരെ, അത് രാഷ്ട്രീയമാണെന്ന് കൂട്ടിയാൽ പോരെ. ആശാവർക്കർക്ക് ഇറക്കി വിട്ടെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, അങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. VD സതീശനും രാഹുൽ മാങ്കൂട്ടും കൂടെ അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷെ അത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് അവർ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം VD സതീശനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു തടസ്സമാണ്.
അതുകൊണ്ടാണ് മൂലക്കിരുത്തിയത്. മൂലക്കിരുത്തിയത് ജനം തിരിച്ചറിഞ്ഞ് ജനപിന്തുണ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഇവനെ ഒന്ന് പൊക്കി പറയേണ്ടി വരും എന്നുള്ളൊരു കലിപ്പ് റിപ്പോർട്ടറിനുണ്ട്. റിപ്പോർട്ടറിനാണ് കുറിപ്പ് കൂടുതൽ. പക്ഷെ ബാക്കിയുള്ള മാധ്യമങ്ങളെല്ലാം ഈ നുണയെ ഏറ്റുപിടിക്കുന്നത് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. പറയാൻ പാടുണ്ടോ അത്? ആരും ഞാൻ പോകില്ല. എന്നെ ഏതെങ്കിലും ഒരു വേദിയിൽ നിന്ന് ഇന്നയാള് വരാനുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ അറിയിപ്പിക്കോ, അയാൾ പോയിട്ട് പിന്നെ വാ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ തിരിച്ചടച്ചില്ല. ഞാൻ ആ വഴി പോകില്ല. പിന്നെ അവരിൽ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലും ഞാൻ തിരിഞ്ഞു നോക്കൂല. എത്ര വലിയ കൊമ്പത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ തിരിഞ്ഞു നോക്കൂല. അത് സ്വാഭാവികമല്ലേ? ആരും തിരിഞ്ഞു നോക്കൂല. അപ്പൊ ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര രൂക്ഷമായ ഒരു ആക്ഷേപം ചൊരിയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു കാരണവശാലും ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കുമെന്ന് എനിക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വന്നത് ഇത്തരത്തിലൊരു വാർത്ത പറഞ്ഞതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇയാള് പാലക്കാട്ടേക്ക് പോകേണ്ട ആളാണ്. തീവണ്ടീന്റെ സമയമായി എന്ന് പറഞ്ഞ് പലരും പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നില്ല, പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് തീവണ്ടീന്റെ സമയമാകുന്നു, പാലക്കാട്ടേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുമ്പോഴാണ് ഇവിടെ വാർത്ത പ്രചരിക്കുന്നത്. വി.ഡി. സതീശൻ വരണമെന്നുണ്ടെങ്കിൽ, ഉദ്ഘാടനത്തിന് വരണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം. അങ്ങനെ ആശാ വർക്കർമാരെല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയെന്ന് അങ്ങനെയാണ് പറയുന്നത്. കഴുത്തിന് പിടിച്ച് പുറത്താക്കി. അത് ചെയ്യോ? അവരുടെ സ്നേഹപ്രകടനങ്ങൾ നമ്മൾ കണ്ടതല്ലേ? എന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ? അതിന് യാതൊരു ഉറപ്പുമില്ലാത്ത ഈ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തി അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് ഇത്തരത്തിൽ പറഞ്ഞു വരുത്തുന്നത്. ചിന്തിക്കണം. ഏതായാലും അത് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്ന് അവിടെ അതേ വേദിയിൽ സംസാരിച്ചത് കൊണ്ടാണ് ഈ കള്ളമാണ്, മാധ്യമങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്നെ പോലുള്ളവർക്ക് പറയേണ്ടി വന്നത്. ഏറ്റവും അവസാനം ഞാൻ പോകാൻ നേരം സദാശിവം മാഷ് പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ട്രെയിൻ മിസ്സാവും. മിനി ചേച്ചി പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ. ഞാൻ പറഞ്ഞു ട്രെയിൻ മിസ്സാവും. രേമ ചേച്ചി പറഞ്ഞൊരു വാക്ക് നീ പറഞ്ഞിട്ട് പോകും. ഞാൻ പറഞ്ഞല്ല, പരിപാടി മുറപോലെ നടക്കട്ടെ. അപ്പോൾ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിലേക്ക് തിരിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതിനോട് ചിലപ്പോൾ ഒരു ന്യായമുണ്ടെന്ന് നമുക്ക് കരുതാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നു, അത് MLA ആണ്, അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ ഉള്ള യോഗ്യതയുണ്ട്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളായതുകൊണ്ട്, സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ലല്ലോ, സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളായതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൂടി ചേർന്ന് കൈകൊടുത്തും അല്ലാതെ ഒരു പൊതുവേദിയിൽ ഇരുന്ന് സംസാരിക്കാൻ പ്രയാസമുണ്ട്. അവരുടെ സ്വകാര്യ സംഭാഷണത്തിലോ മറ്റിടങ്ങളിലോ വല്ല കല്യാണ വേദിയിലോ ഒക്കെ അവർക്ക് കെട്ടിപ്പിടിക്കാൻ മുത്ത കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതൊരു പൊളിറ്റിക്കൽ വേദിയിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വേദിയിൽ അവർക്ക് അങ്ങനെ ഇരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്ന് നമുക്ക് കരുതാം. അതുകൊണ്ടായിരിക്കണം ബാക്കിയുള്ളവരൊക്കെ രമേശ് ചെന്നിത്തലയൊക്കെ ഒരു നിശ്ചിത അകലം പാലിച്ചിരുന്നത്. അതൊക്കെ നാളെ മാറും. പക്ഷെ ഇവിടെ ഈ ആശാ വർക്കേഴ്സ് അവരെ തള്ളിക്കളഞ്ഞു. ആശകളെല്ലാം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞ ഒരു ഇത്തിരി കടന്ന കൈയായിപ്പോയി. അങ്ങനെ പിടിച്ച് പുറത്താക്കാൻ കഴിയുന്ന ഒരു ബന്ധമല്ല അവർ തമ്മിലുള്ളതെന്ന് അവർ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്, കേരളം മുഴുവൻ കണ്ടതാണ്. ഇതേ മാധ്യമങ്ങൾ തന്നെ അത് വിഷ്വൽ ചെയ്ത് പുറത്തുവിട്ടതാണ്. അതിപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്, പോയിട്ടില്ല. അവരുടെ സ്നേഹം അത്തരത്തിലുള്ള ഒരാൾക്കാരുടെ നേതാക്കളെ വിളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇറങ്ങിപ്പോകാൻ പറയും, എന്നാലേ ഞാൻ വരുള്ളൂ എന്ന് പറയാൻ വിഡ്ഢിയൊന്നുമല്ല വി.ഡി. സതീശൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഇതേ വി.ഡി. സതീശന് ഇവരുടെ മുന്നിൽ തന്നെയാണ് വോട്ട് ചോദിക്കാൻ ചെല്ലേണ്ടത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗത്തെ വെറുപ്പിച്ചുകൊണ്ട് പരസ്യമായി എന്തെങ്കിലും പറയാൻ ഒരു വിഡ്ഢിത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ കഴുത്തിന് പിടിച്ച് ഇറക്കിവിട്ട വേദിയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആത്മാഭിമാനമുള്ള ഒരുത്തൻ ശ്രമിക്കുമെന്നും ഞാൻ കരുതുന്നില്ല. ഞാൻ പോവില്ല. അത് അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ ഈ സംസാരം കേൾക്കുന്നത് നിങ്ങൾ ആരും പോവില്ല. ഏതെങ്കിലും ഒരു വേദിയിൽ നിന്ന് നിങ്ങൾ കഴുത്തിന് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ വേദിയിലേക്ക് പോകും. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ആയിട്ടൊന്ന് എഴുതും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ. അങ്ങനെ 10 വരെ ഞാൻ കാണട്ടെ. അതുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്, അതായത് ജനങ്ങൾക്ക് വിവരം അറിയിച്ചു കൊടുക്കേണ്ട, വാർത്തകൾ എത്തിച്ചു കൊടുക്കേണ്ട മീഡിയ റിപ്പോർട്ടർമാർ, അവർ രാഷ്ട്രീയം കളിക്കുകയാണ്. അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടാക്കണം, നമ്മുടെ സംസ്ഥാനത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വാർത്തകൾ ഉണ്ടാക്കിയിട്ട് ആടിനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഇതേ ജനത്തെ തന്നെ ഉപയോഗിക്കുന്ന, എന്താ പറയാ, മുട്ടനാടിനെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കുന്ന മൂട്ടാളന്മാരായി മാറിപ്പോണ ഒരു വിഭാഗമാണ് ഇപ്പോൾ നമ്മുടെ മീഡിയകളെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. Different angles. Don't forget to subscribe and support this channel.